ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു 7 സ്റ്റഡി ടിപ്സാണ്. ഇത് നിങ്ങൾക്ക് അറിയുന്ന ടിപ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ എക്സാമൊക്കെ ആവാനായി, ഡിസംബറിൽ ക്രിസ്മസ് എക്സാം വരികയാണ്. അതുപോലെ 10th +2 ആണെങ്കിൽ ബോർഡ് എക്സാംസ് വരാനായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ചില ടിപ്സൊക്കെ തന്നെയായിരിക്കും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് സ്റ്റഡി ഇൻ ഷോർട്ട് സെഷൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 2 hour 3 hour ലോങ് അവേഴ്സിന് പഠിക്കുന്നതിന് പകരം അതിന് ചെറിയ ചെറിയ ബ്ലോക്സ് ആക്കിയിട്ട് മാറ്റുക. അതായത് ഒരു 30 minutes പഠിക്കുക, പിന്നെ ഒരു 5 minutes റെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോൺ എടുത്തിട്ട് റീൽസോ യൂട്യൂബിലോ വീഡിയോസൊന്നും കാണാൻ നിൽക്കരുത്. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, ഈ 5 minute ഉള്ളത് നീണ്ട് ചിലപ്പോൾ പഠിത്തം നടക്കില്ല. നമ്മൾ റീൽസ് കാണാൻ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ ചെറിയ ചെറിയ സെഷൻസ് ആയിട്ട് പഠിക്കുക. ലോങ് ആയിട്ട് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മടുക്കും, പഠിക്കാനുള്ള ഒരു മൂഡേ നമുക്ക് പോയി കിട്ടും. അതുകൊണ്ട് ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് ഷോർട്ട് സെഷൻസ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് കീപ്പ് യുവർ സ്റ്റഡി സ്പേസ് ക്ലീൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്റ്റഡി റൂമാണെങ്കിലും, ഇനിയിപ്പോൾ റൂമില്ല, അപ്പോൾ ഒരു മേശമേൽ ഇരുന്നിട്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എവിടെ ഇരുന്നിട്ടാണോ പഠിക്കുന്നത് ആ സ്പേസ് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കുക. കാരണം അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കൂടുതൽ പറ്റും. മറ്റേതിപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഭയങ്കര മെസ്സി ആയിട്ട് കുറേ ബുക്സും പിന്നെ പെന്നും പെൻസിലും ഒക്കെ ആകെ വാരി വലിച്ചിട്ടിരിക്കുന്ന ഒരു സ്പേസിലിരിക്കുന്നത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളെ കണ്ണ് പെന്നിലോ ഏതെങ്കിലും ബുക്കിലൊക്കെ ഇതാവുമ്പോൾ നമ്മൾ മൈൻഡ് പഠിക്കുന്നതിൽ നിന്നും ഡീവിയേറ്റ് ആയിട്ട് ആ ഒരു കാര്യത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമ്മുടെ അടുത്ത് നമ്മൾ പഠിക്കുന്ന മേശമിലാണെങ്കിലും റൂമിലാണെങ്കിലും നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം കീപ്പ് ചെയ്യുക. ഇപ്പോൾ ബുക്കാണെങ്കിൽ ബുക്ക്, പെന്ന്, പിന്നെ വാട്ടർ ബോട്ടിൽ വെക്കുക. കാരണം നമ്മൾ പഠിക്കുന്നതിനായിട്ട് നമുക്ക് ദാഹിച്ചാൽ നമ്മൾ പിന്നെ കിച്ചണിലൊക്കെ പോകുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ പഠിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ഇനിയിപ്പോൾ അക്കൗണ്ടിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കാൽക്കുലേറ്റർ, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പഠിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ വെക്കുക. ഓക്കെ, ശരിക്കും ഇതാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത്. കാരണം നമ്മളെ പഠിക്കുന്ന എൻവയോൺമെൻറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ പഠിക്കാനിരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളെ എൻവയോൺമെൻറ്റ് ക്ലീൻ ആക്കുക, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക, എന്നിട്ട് നമ്മൾ പഠിക്കാനിരിക്കുക. നെക്സ്റ്റ് സ്റ്റഡി ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് മൾട്ടി ടാസ്കിങ് എന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുകയാണ്, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സയൻസ് എടുത്തു, അല്ലെങ്കിൽ ഹിസ്റ്ററി എടുത്തു, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തു. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബ്രെയിനിൻ്റെ ഫങ്ഷന് അത് എഫക്റ്റ് ചെയ്യും. നമ്മളെ ബ്രെയിനിൽ നമ്മൾ മെമ്മറി പവറൊക്കെ കുറയും. നമുക്ക് ഫോക്കസ് ചെയ്തിട്ടൊരു സബ്ജക്റ്റിൽ പഠിക്കുക. ഇങ്ങനെ 2-3 സബ്ജക്റ്റൊക്കെ സെയിം ഡേ അല്ലെങ്കിൽ സെയിം ടൈമിൽ തന്നെ പഠിക്കാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചോന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു, പക്ഷേ നമ്മളെ ബ്രെയിനിൽ നമ്മളത് മെമ്മറിയിൽ നിൽക്കില്ല, നമ്മളത് പെട്ടെന്ന് മറക്കും. അപ്പോൾ നമ്മൾക്ക് വീണ്ടും അത് പഠിക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക, ഒരു സബ്ജക്റ്റ് നല്ലോണം മനസ്സിലാക്കി പഠിക്കുക, ശേഷം നെക്സ്റ്റ് സബ്ജക്റ്റിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് സ്റ്റാർട്ട് വിത്ത് എ ഹാർഡ് ടോപ്പിക് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിലെന്താന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് പഠിക്കുന്നവരാണെങ്കിൽ, ഒരു 4 മണിക്കോ 5 മണിക്കൊക്കെ നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്നവരാണെങ്കിൽ, ആ ടൈമിൽ നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. കാരണം നമ്മൾ വേറെ എണീറ്റിട്ട് വേറൊരു പരിപാടിക്കും പോയിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ നേരെ പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മൈൻഡും ബ്രെയിനും ഒക്കെ ഫ്രഷ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹാർഡ് ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് തന്നെ നല്ല ഹാർഡ് ടോപ്പിക്ക് പഠിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, നമ്മൾ ഏറ്റവും ഹാർഡായിട്ടുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്നതൊക്കെ ഇതിനേക്കാളും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. മറ്റേത് നമ്മൾ ആദ്യം തന്നെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ പഠിച്ചാൽ ലാസ്റ്റ് ഈ ഹാർഡ് ടോപ്പിക്ക് വരുമ്പോൾ ഇനി ഇത് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഫുള്ള് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. ഫസ്റ്റ് ഹാർഡ് ടോപ്പിക്ക് പഠിക്കുക, പിന്നെ അതിന് ശേഷം സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് വെച്ച് കവർ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, മേക്ക് സിമ്പിൾ നോട്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എക്സാമിന് പഠിക്കുമ്പോൾ ഭയങ്കര വലിയ പാരഗ്രാഫും വലിയ എസ്സേയൊക്കെ കണ്ടാൽ നമുക്ക് പഠിക്കാനുള്ള മൂഡ് പോവും. അത് നമ്മളെ ഹ്യൂമൻ നേച്ചറാണ്, നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പാരഗ്രാഫ് നമ്മൾ അത് സിമ്പിളായിട്ടുള്ള നമ്മളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതുക. ഓക്കെ, ആ ടെക്സ്റ്റിലുള്ള അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ നമുക്ക് മനസ്സിലാവാൻ രീതിക്ക്
അത് മാറ്റി എഴുതുക. അതുപോലെ തന്നെ സ്റ്റിക്കി നോട്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അത് ഒരു അട്രാക്റ്റീവ് ആക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. അതായത് ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആക്കിയിട്ട് ഇപ്പോൾ ഒരു പാരഗ്രാഫിനെ നമ്മൾ സിമ്പിളായിട്ട് ഒരു 3-4 പോയിൻറ്റ്സിലേക്കൊക്കെ മാറ്റി എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും എക്സാമിൻ്റെ ടൈമിലൊക്കെ നമുക്ക് ഓർത്തെടുക്കാനൊക്കെ സിമ്പിളായിരിക്കും. അതുപോലെ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു ടിപ്പാണ് നെക്സ്റ്റ്. അത് വന്നിട്ട് മൈൻഡ് മാപ്പിംഗ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ സയൻസോ ഹിസ്റ്ററിയോ അങ്ങനത്തെ സബ്ജക്റ്റൊക്കെ പഠിക്കുന്നവർക്ക് നമുക്കതൊക്കെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു ഡയഗ്രാം രൂപത്തിലൊക്കെ ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ ഹിസ്റ്ററിയിലാണെങ്കിൽ ഈ വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ സയൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ ഫോർമുലാസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് ഫ്ലോ ചാർട്ടിലോ അല്ലെങ്കിൽ ഡയഗ്രാം രൂപത്തിലോ ഒക്കെ നമ്മൾ വരച്ച് പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമ്മളെ മൈൻഡിൽ നിൽക്കും. എക്സാമിൻ്റെ ടൈമിൽ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആവും. കാരണം നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മളെ മൈൻഡിലേക്ക് നമ്മൾ വരച്ചതും ആദ്യത്തെ ഇയേഴ്സും അതുപോലെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഏത് എക്സാമിനാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളെക്കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അത് വർക്കൗട്ട് ചെയ്യുക. മാത്സിലാണെങ്കിലും സയൻസിലാണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് ഗൂഗിളിലാണെങ്കിലും എവിടെ യൂട്യൂബിൽ നോക്കിയാലൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എക്സാം ഈസി ആയിരിക്കും. അതിന് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാകും ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മളിത് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ടൈം ഒരുപാട് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ടൈം നമുക്ക് കിട്ടും. എക്സാമിനൊക്കെ പെട്ടെന്ന് എക്സാം എഴുതി തീർക്കാം. നമ്മൾ ഒരുപാട് എക്സാമിന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ അത് എഴുതാൻ പറ്റിയില്ല, ടൈം കിട്ടിയില്ല ബാക്കിയുള്ളത് എഴുതിയപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതി ആ ഒരു ട്രാക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈമും നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് എക്സാം നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നമ്മളെ സീനിയേഴ്സിൻ്റെ അടുത്തുനിന്നോ ആരുടെ അടുത്തുനിന്ന് വെച്ചാൽ നമുക്ക് കളക്ട് ചെയ്തിട്ട് അത് വർക്കൗട്ട് ചെയ്യുക. അതൊരിക്കലും നിങ്ങൾക്ക് വേണ്ടായിരുന്നു ആ ടൈം പോയെന്ന് തോന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെയ്യുക. വേറെ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും അത് എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം വർക്കൗട്ട് ചെയ്താൽ അത്രത്തോളം നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. ഞാനിത് ഇത്ര നിർബന്ധപൂർവ്വം നിങ്ങളോട് ചെയ്യാൻ പറയാനുള്ള കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിച്ച ടൈമിൽ എക്സാമിനൊക്കെ ഇതുപോലെ ഇരുന്ന് പഠിക്കും. ടെക്സ്റ്റൊക്കെ പഠിച്ച് കുറേ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പഠിച്ചിട്ട് ലാസ്റ്റ് എക്സാമിന് വരുമ്പോൾ നോക്കാത്ത ഭാഗം ഏതാണോ അവിടുന്ന് കറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ഈ സംഭവം കേൾക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ എക്സാമിൻ്റെ ഒരു 2-4 2-3 വർഷം മുന്നേക്കുള്ള ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ അതിനുശേഷം എന്ത് ചെയ്യാൻ തുടങ്ങി, അത് മാത്രം നോക്കി പഠിച്ച് പോകാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് നല്ല മാർക്ക് എക്സാമിൽ സ്കോർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നോക്കുക, റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുക. അതുപോലെ തന്നെ അല്ലാത്തതും നമുക്ക് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ നമുക്ക് ഈ പാസ്റ്റ് പേപ്പേഴ്സ് നോക്കുമ്പോൾ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 7 ടിപ്സാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞത് നമ്മൾ പഠിക്കുന്ന എൻവയോൺമെൻറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക, പിന്നെ ഷോർട്ട് സെഷൻസ് ആയിട്ട് പഠിക്കുക, പിന്നെ അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക. ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സബ്ജക്റ്റിലോട്ട് പോവുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഹാർഡ് ടോപ്പിക്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള നോട്ട്സ് നമ്മൾ കീപ്പ് ചെയ്യുക. വലിയ പാരഗ്രാഫിന് പകരം ഷോർട്ടായിട്ട് നോട്ട് ഉണ്ടാക്കുക. പിന്നെ അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞതാണ് മൈൻഡ് മാപ്പിംഗ്. നമ്മൾ ഡയഗ്രാംസും ഫ്ലോ ചാർട്ട്സും ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടിപ്പാണ്, ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ഞാൻ പറഞ്ഞു, പാസ്റ്റ് പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ലോണം റെഫർ ചെയ്യുക. ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ 7 ടിപ്സ്. പിന്നെ അതുപോലെ വേറെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് നമുക്കിപ്പോൾ പഠിക്കാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. നമ്മളിപ്പോൾ പല വീഡിയോസിലും കേട്ടിട്ടുണ്ടാകും, പൊമഡോറോ ടെക്നിക്ക്, ഫെയ്മാൻ ടെക്നിക്ക്, അതുപോലെ തന്നെ ബ്ലഡ് മെത്തേഡ്, അങ്ങനെയൊക്കെ ഒരുപാട് മെത്തേഡ്സും ടെക്നിക്സും ഉണ്ട്. അതിൽ ഈ പൊമഡോറോ എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞ ഷോർട്ട് സെഷൻസ് ആയിട്ട് പഠിക്കുക എന്നുള്ളതായിട്ട്
സിമിലറാണ്, സെയിം തന്നെയാണത്. അതായത് നമ്മൾ 30 മിനിറ്റ്സ് പഠിക്കുക, പിന്നെ അതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒരു 4 സെഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഒരു ലോങ് ബ്രേക്ക് എടുക്കാം. ഒരു 25 മിനിറ്റ്സിനൊക്കെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അങ്ങനെ അതാണ് പൊമോഡോറോ ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഫെയ്മാൻ ടെക്നിക്ക്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ കുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ട്, അതായത് നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചാൽ നമുക്കതൊരു ചെറിയ കുട്ടിക്ക്, അതായത് നമ്മൾ പഠിച്ച ടോപ്പിക്കിനെ പറ്റി ഒരു ABCD പോലും അറിയാത്തൊരു കുട്ടിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത്രയും സിമ്പിളായിട്ടുള്ള വേർഡ്സിലായിരിക്കും നമ്മളത് പറഞ്ഞു കൊടുക്കുക. കാരണം ചെറിയ കുട്ടിയാണ്, ആ കുട്ടിക്കൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ട് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് ഫെയ്മാൻ ടെക്നിക്ക്. കാരണം അങ്ങനെ പഠിപ്പിക്കുമ്പോൾ, അതായത് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. ഇനിയിപ്പോൾ കുട്ടികളൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ മിററിൽ നിന്നിട്ട് തന്നെ നമുക്ക് പറയാം, നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചിട്ട് നമുക്കത് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചത് കംപ്ലീറ്റ് ആണോ, നമ്മൾ കറക്റ്റ് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണോ പഠിച്ചത്, അതോ പഠിച്ചു എന്നുള്ള പേരിന് മാത്രം പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നതാണ് ഒരു ബ്ലേർട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു, ആ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം, അതായത് ഇപ്പോൾ ഹിസ്റ്ററിയിലൊക്കെ ഉണ്ടാവും ഓരോ വിപ്ലവങ്ങൾ, അമേരിക്കൻ വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിപ്ലവങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഈ അമേരിക്കൻ വിപ്ലവം പഠിച്ചു, അതിനുശേഷം എന്ത് ചെയ്യുക, ബുക്ക് ക്ലോസ് ചെയ്തിട്ട് നമ്മളിതൊരു ബുക്കിൽ എഴുതുക. ഒരു റഫിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഈ പഠിച്ചതിലെ എല്ലാ പോയിൻറ്റ്സും നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടോപ്പിക്ക് നല്ല മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എത്രത്തോളം അത് പഠിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് അതിൽ ഏതൊക്കെ പോയിൻറ്റ്സ് കിട്ടിയിട്ടില്ല എന്നൊക്കെ നമുക്ക് അത് എഴുതുമ്പോൾ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലേർട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്ക് നന്നായി മനസ്സിലാക്കി പഠിക്കുക. കാരണം നമ്മളിന്ന് പഠിച്ചാൽ അതുകൊണ്ട് ഏറ്റവും ഉപകാരം ഫ്യൂച്ചറിൽ നമുക്ക് തന്നെയാണ്. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനും പണമില്ലാതെ ഇന്നത്തെ കാലത്തൊന്നും നടക്കില്ല. അതുകൊണ്ട് നമുക്ക് പഠിച്ചാൽ അത് ഫ്യൂച്ചറിൽ അതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഇന്നിരുന്ന് പഠിക്കുക. ഇന്ന് നമ്മൾ കളിക്കാൻ പോയാലും അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിരുന്ന് വെറുതെ സ്ക്രോൾ ചെയ്ത് ഫോണിലൊക്കെ നോക്കിയിരുന്നാൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് നന്നായിരുന്ന് പഠിക്കുക. എല്ലാവരും പഠിക്കാൻ നല്ല കാലിബറുള്ള കുട്ടികളായിരിക്കും. ചിലർക്ക് കുറേ ടൈം ഇരുന്ന് പഠിക്കേണ്ടി വരും, ചിലർക്കത് കുറച്ച് ടൈം കൊണ്ട് തന്നെ മനസ്സിലാക്കി പഠിക്കാൻ കഴിയും. അതൊക്കെ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര ടൈം കൊണ്ട് ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ആ ടൈം ഇരുന്നിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കിയിട്ട് നമ്മളിരുന്ന് പഠിക്കുക. ഓക്കെ, കാരണം ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല, എക്സാമിന് ഇനിയും ഉണ്ട് ദിവസങ്ങൾ. നമ്മളിപ്പോൾ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ക്ലാസ്സിലെ ടോപ്പർ വേണമെങ്കിൽ വരെ ആവാം നമ്മളിപ്പോൾ വിചാരിച്ചാൽ. പക്ഷേ നമ്മൾ വിചാരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക, എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.